KTU 2019 സ്കീം സിവിൽ എഞ്ചിനീയറിംഗ് S5 ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് 2-ൻ്റെ 4th മൊഡ്യൂളിൻ്റെ തിയറിയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് ടോപ്പിക്കാണ് പൈലോട്ട് ടെസ്റ്റ്. ഈ പൈലോട്ട് ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. മിക്കവാറും എക്സാമിന് പ്രൊസീജിയർ എഴുതാൻ ചോദിക്കാറുണ്ട്. ഈ പൈലോട്ട് ടെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു പൈലിൻ്റെ ലോഡ് ക്യാരിങ് കപ്പാസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത് നമ്മൾ 3rd മൊഡ്യൂളിൽ പഠിച്ച പ്ലേറ്റ് ലോഡ് ടെസ്റ്റിനോട് കുറച്ചൊക്കെ സിമിലറാണ്. ഇതിനകത്ത് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് നമ്മുടെ ഗ്രൗണ്ടിൽ എങ്ങനത്തെ പൈലാണോ നമുക്ക് വെക്കേണ്ടത് അതുപോലത്തെ തന്നെ സിമിലർ ആയിട്ടുള്ളൊരു പൈൽ, അത് നമ്മൾ ടെസ്റ്റ് പൈലായിട്ട് യൂസ് ചെയ്യുകയാണ്. ആ ടെസ്റ്റ് പൈൽ നമ്മൾ ഗ്രൗണ്ടിൽ കൊണ്ടുവയ്ക്കുക. ആ ടെസ്റ്റ് പൈലിൻ്റെ 2 സൈഡിൽ നമ്മൾ 2 ആങ്കർ പൈൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ ആങ്കർ പൈലിൻ്റെ മേലെയായിട്ട് നമുക്കൊരു ആങ്കർ ഗേർഡർ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ ബീം നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ദെൻ നമ്മുടെ ടെസ്റ്റ് പൈലിലേക്ക് എന്ത് ചെയ്യുക, ഒരു ഹൈഡ്രോളിക് ജാക്ക് ലോഡ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഹൈഡ്രോളിക് ജാക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ അതിൽ നമ്മളൊരു റെഫറൻസ് മാർക്ക് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ പൈലിൻ്റെ മൂവ്മെൻറ്റ് എന്തൂരാണെന്നൊക്കെ നമുക്ക് മെഷർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു റെഫറൻസ് മാർക്ക് അതിലേക്ക് നമ്മൾ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു അറേഞ്ച്മെൻ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ആ ടെസ്റ്റ് പൈലും നമ്മളുടെ സൈഡിലുള്ള ആങ്കർ പൈലില്ലേ അത് തമ്മിലുള്ള ക്ലിയർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അറ്റ്ലീസ്റ്റ് മിനിമം ഒരു 2.5 മീറ്ററെങ്കിലും പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ആദ്യം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് സാൻഡി സോയിലാണെങ്കിൽ ഇങ്ങനെ നമ്മളൊരു സെറ്റപ്പ് ഗ്രൗണ്ടിൽ ചെയ്തിട്ട് 3 ദിവസത്തിന് ശേഷം പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. ടെസ്റ്റിൻ്റെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയം നമ്മളിത് സോഫ്റ്റ് ക്ലേ അല്ലെങ്കിൽ സിൽറ്റ് അങ്ങനെയൊക്കെയുള്ള മണ്ണിൻ്റെ കേസിലാണെങ്കിൽ 1 മാസം കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഗ്രൗണ്ടിൽ പോയി സെറ്റപ്പ് ചെയ്തതിന് ശേഷം 1 മാസം കഴിഞ്ഞിട്ടേ നമുക്കിതിൻ്റെ എക്സ്പെരിമെൻറ്റ് നടത്താനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നമ്മളെങ്ങനെയാണ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ലോഡ് അപ്ലൈ ചെയ്യാണ്. ലോഡ് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അലൗബിൾ ലോഡ് അല്ലെങ്കിൽ സേഫ് ലോഡ് നമുക്ക് അപ്രോക്സിമേറ്റ് വാല്യൂ അറിയായിരിക്കും. അതിൻ്റെ 20% ഇൻക്രിമെൻറ്റിലാണ് നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുന്നത്. സപ്പോസ് ഇപ്പോൾ ഒരു 100 kN ഇതിൻ്റെ സേഫ് ലോഡെങ്കിൽ അതിൻ്റെ 20% എന്ന് പറയുമ്പോൾ എത്ര വരും, 20 kN വരും. അപ്പോൾ നമ്മൾ ആദ്യം ഇപ്പോൾ ഒരു 20 kN ലോഡ് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിക്കുക. എന്നിട്ട് ലോഡ് നമ്മൾ അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ച് നേരം അത് നമ്മൾ അങ്ങനെ തന്നെ നിലനിർത്തുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ ലോഡ് അപ്ലൈ ചെയ്യുന്നതനുസരിച്ച് തന്നെ സെറ്റിൽമെൻറ്റ് വരുമല്ലോ. അപ്പോൾ നമ്മൾ ആ റെഫറൻസ് മാർക്ക് വെച്ചിട്ടില്ലേ, ആ റെഫറൻസ് മാർക്കിൽ നിന്ന് എന്തോരം സെറ്റിൽമെൻറ്റ് സംഭവിച്ചു, പൈലിന് എന്തോരം മാറ്റം വന്നു, സെറ്റിൽമെൻറ്റ് സംഭവിച്ചു എന്നുള്ളത് നമ്മൾ കുറച്ച് ടൈം ഇൻ്റർവെല്ലിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒബ്സർവ് ചെയ്യും. ടൈം ഇൻ്റർവെൽ എന്ന് പറയുമ്പോൾ 0.5, 1, 2, 4, 8, 12, 16, 20, 60 മിനിറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റീഡിങ്സ് എടുക്കാം. അതിനുശേഷം വീണ്ടും നമ്മൾ അടുത്ത 20% ഇൻക്രിമെൻറ്റ് കൊടുക്കും. അതിനും ഇതുപോലെ തന്നെ സിമിലറായിട്ട് നമ്മളിതുപോലെ ടൈം ഇൻ്റർവെല്ലിൽ എടുക്കുക. അങ്ങനെ ഓരോരോ വാല്യൂസ് നമ്മൾ എടുക്കുക. അപ്പോൾ നമ്മൾ ഈ ലോഡ് എപ്പോഴാണ് അപ്ലൈ ചെയ്യുന്നത് മാറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാൻഡി സോയിലാണെങ്കിൽ 0.1 mm/h എന്നുള്ള ഒരു റേഞ്ചിൽ സെറ്റിൽമെൻറ്റ് വരുമ്പോഴും, അതുപോലെ തന്നെ ക്ലേ സോയിലാണെങ്കിൽ 0.02 mm/h എന്നുള്ളൊരു റേഞ്ചിൽ സെറ്റിൽമെൻറ്റ് വരിക. അതല്ലെങ്കിൽ മാക്സിമം 2 hours. അതിന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ലോഡ് മാറ്റണം. എന്നിട്ട് ഈ വാല്യൂസ് ഇപ്പോൾ നമുക്ക് സെറ്റിൽമെൻറ്റിൻ്റെ വാല്യൂസ് കിട്ടിയിട്ടുണ്ട്, അതുപോലെ ലോഡിൻ്റെ വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. സെയിം തന്നെ നമ്മൾ റീബൗണ്ട് ചെയ്യുക, അതായത് റീലോഡിങ് ചെയ്യുക. ഇതേപോലെ നമ്മൾ ആദ്യം ലോഡ് വെച്ച് പോയാൽ ഇതിന് അതുപോലെ തന്നെ ലോഡ് നമ്മൾ റിമൂവ് ചെയ്യുമ്പോഴും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെറ്റിൽമെൻറ്റിൻ്റെ വാല്യൂസ് എടുക്കുക. അതിനുശേഷം നമ്മളൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുക. എക്സ് ആക്സിൽ നമ്മളുടെ ലോഡും വൈ ആക്സിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെറ്റിൽമെൻറ്റും കൂടെ വെച്ചിട്ടൊരു ഗ്രാഫ് പ്ലോട്ട് ചെയ്യുക. ആ ഗ്രാഫിൻ്റെ ഒരു ഷേപ്പാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത്. അതിനകത്ത് കണ്ടോ, ലോഡിങ്ങിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ഡൗൺവേർഡ് ഡയറക്ഷനിലാണ് വരിക. അൺലോഡിങ് എടുക്കുമ്പോൾ അത് ഒറിജിനലി നല്ല സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ചുകൂടെ മാറിയിട്ടായിരിക്കും അൺലോഡിൻ്റെ ഗ്രാഫ് വരിക. ഇങ്ങനെ 2 ഗ്രാഫ് കിട്ടിയാൽ അതിൽ നിന്ന് നമുക്ക് അൾട്ടിമേറ്റ് ലോഡ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ 3 കേസുകളാണ് എടുക്കുന്നത്. IS കോഡ് പ്രകാരം IS 2911 എന്ന് പറയുന്ന കോഡ് പ്രകാരം നമ്മളൊരു 3 കേസ് എടുക്കുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പൈലിൻ്റെ ഡയമീറ്ററിൻ്റെ 10% എടുക്കുക. എന്നിട്ട് ആ വാല്യൂ എത്രയാണോ അത്രയും സെറ്റിൽമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോഡ് ഏതാണെന്ന് നോട്ട് ചെയ്യുക. ആ നോഡിൻ്റെ ഹാഫ് എടുക്കുക. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് 12 mm സെറ്റിൽമെൻറ്റ് എടുക്കുക. ആ 12 mm സെറ്റിൽമെൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫൈനൽ ലോഡ് എത്രയാണെന്ന് എടുക്കുക. അതിൻ്റെ 2/3 എടുക്കുക. ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് 6 mm സെറ്റിൽമെൻറ്റ് എടുക്കുക, നെറ്റ് സെറ്റിൽമെൻറ്റ്. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോഡിൻ്റെ സേഫ് ലോഡിൻ്റെ ഹാഫ് അല്ലെങ്കിൽ 2/3 എടുക്കുക. എന്നിട്ട് ഈ 3 എണ്ണത്തിൽ നിന്നും ചെറിയ വാല്യൂ ഏതാണോ അതാണ് നമ്മൾ അലൗബിൾ ലോഡ് അൾട്ടിമേറ്റ് ലോഡായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇതാണ് പൈലോഡ് ടെസ്റ്റിൻ്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്.
നെക്സ്റ്റ് ടോപ്പിക്കാണ് വെൽ ഫൗണ്ടേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഡീപ്പ് ഫൗണ്ടേഷൻ തന്നെ വേറൊരു എക്സാമ്പിളാണ് വെൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അത് നമ്മൾ മെയിനായിട്ട് ഈ ബ്രിഡ്ജസ് അല്ലെങ്കിൽ ഹെവി സ്ട്രക്ചേഴ്സ് അങ്ങനെയുള്ളവരുടെ കേസിലാണ് ഈ ഫൗണ്ടേഷൻ കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഫിഗറിനകത്ത് നമുക്കറിയാം, ഫിഗറിൽ ഓരോ ടേംസാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ വെൽ ക്യാപ്പ്. വെൽ ക്യാപ്പ് എന്ന് പറയുന്നത് ഒരു RCCയുടെ ഒരു സ്ലാബാണ്. നമുക്ക് ലോഡിനെയൊക്കെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു പ്ലാറ്റ്ഫോം പോലെ ആക്ട് ചെയ്യുന്നതാണ് വെൽ ക്യാപ്പ് എന്ന് പറയുന്നത്. സ്റ്റീലിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ രണ്ട് സൈഡിലും നമ്മൾ കൊടുത്തിട്ടുള്ള ഭിത്തിയാണ്. അത് ഒരു വെഡ്ജ് ഷേപ്പായിട്ടായിരിക്കും നമ്മൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടാവുക. അതിൻ്റെ എൻഡിനെയാണ് വെൽ കർബ് എന്ന് വിളിക്കുക. വെൽ കർബ് എന്താണ്? സ്റ്റീനിങ്ങിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് കൊടുക്കുക. കട്ടിങ് എഡ്ജ് എന്ന് പറഞ്ഞാൽ ഡാമേജ് ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന പ്രൊജക്ഷനാണ്. ബോട്ടം പ്ലഗ് എന്ന് പറയുന്നത് താഴെയുള്ള സോയിലിലേക്ക് ലോഡ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. സാൻഡ് ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സ്റ്റീനിങ്ങിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പില്ലേ, അപ്പോൾ ആ ഗ്യാപ്പിൽ ഫുൾ നമ്മൾ എന്ത് ചെയ്യും, മണ്ണിൽ ഫില്ല് ചെയ്തിട്ടുണ്ടാവും സ്റ്റെബിലിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് സാൻഡ് ഫില്ലിങ്. ടോപ്പ് പ്ലഗ് എന്ന് പറയുന്നത് ഈ ഗ്രാനുലർ മെറ്റീരിയൽ, അതായത് നമ്മൾ സ്റ്റീരിങ്ങിൻ്റെ ഉള്ളിലേക്ക് ഗ്രാനുലർ മെറ്റീരിയൽ ഒന്നും ലോഡ് ട്രാൻസ്ഫർ ചെയ്യാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് ടോപ്പ് പ്ലഗ് എന്ന് പറയുന്നത്. ഇനി ബെൽ സിങ്കിങ്. ഈ ബെല്ല് തന്നെ സിങ്ക് ചെയ്ത് പോവാണല്ലോ, ബെല്ലിൽ തന്നെ അതിൻ്റെ വെയിറ്റ് കാരണം താഴത്തേക്ക് തന്നെ ഇങ്ങനെ മണ്ണിലേക്ക് ഇറങ്ങി പോവുക ചെയ്യണേ. അപ്പോൾ അങ്ങനെ സിങ്ക് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ പ്രോബ്ലംസാണ് അതിലുണ്ടാവുക? എന്താ, അത് ടിൽറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും, ബ്ലോ ഓഫ് സാൻഡ് വരാനുള്ള ടെൻഡൻസി ഉണ്ടാവും, അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കുള്ള ഹസാഡസ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് ഉണ്ടാകാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അതുപോലെ തന്നെ ഇത് ചെരിഞ്ഞു പോകാൻ, എക്സെൻട്രിസിറ്റി ഓഫ് ലോഡ് ആക്ട് ചെയ്യാനൊക്കെ ഉള്ള കാരണങ്ങളുണ്ടാവും. ഇനി എങ്ങനെയാണ് നമ്മൾ ഈ ടിൽറ്റ് ആൻഡ് ഷിഫ്റ്റിങ്ങിന് ഇത് ഇറക്കി വെക്കുന്ന സമയത്ത് ഈ ചെരിവൊക്കെ ഉണ്ടെങ്കിൽ അതിനെങ്ങനെയാണ് നമ്മൾ റെക്ടിഫൈ ചെയ്യാമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ഫിഗർ വെച്ചിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താ? എ എന്ന് പറയുന്നതാണ് എക്സ്കവേഷൻ ഓൺ ദ ഹയർ സൈഡ്. അപ്പോൾ നമുക്കിതിൻ്റെ ഹയർ സൈഡ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡാണ് കേട്ടോ. ലെഫ്റ്റ് സൈഡിൽ എക്സ്കവേഷൻ ചെയ്യുക. എക്സ്കവേഷൻ ചെയ്തിട്ട് അതിനെ നമുക്ക് നിവർത്തിയെടുക്കാം. സെക്കൻഡ് വൺ എന്താ? യൂസ് എക്സെൻട്രിക് കെൻഡിലെഡ്ജ്. കെൻഡിലെഡ്ജ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ ചാക്കിലകത്തൊക്കെ മണൽ നിറച്ചിട്ട് വെയിറ്റ് കൊടുക്കുക. അപ്പം എങ്ങോട്ടേക്കായിരുന്നോ ചെരിഞ്ഞിരിക്കുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, അതിൻ്റെ മേലെ നിന്ന് ലോഡ് അപ്ലൈ. ഇപ്പോൾ ലോഡ് അപ്ലൈ ചെയ്യുന്നതനുസരിച്ച് അത് താഴ്ന്നു വന്നിട്ട് വെർട്ടിക്കലായിട്ട് റിമൈൻ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഹയർ സൈഡ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡാണ് കേട്ടോ. അതിൻ്റെ അടിയിൽ നമ്മൾ എന്ത് ചെയ്യുക, വാട്ടർ ഇങ്ങനെ ജെറ്റായിട്ട് കൊടുക്കും. അപ്പോൾ വാട്ടർ ജെറ്റായിട്ട് കൊടുക്കുമ്പോഴത്തേക്കും അവിടെയുള്ള മണ്ണൊന്നും ഇളകില്ലേ, അതിൻ്റെ ഫ്രിക്ഷനൊക്കെ കുറയും. സോ അതിനെ നമുക്ക് നിവർത്താനായിട്ട് എളുപ്പമുണ്ടാവും. അടുത്ത എന്താ, വടമൊക്കെ കെട്ടിയിട്ട് വലിക്കുക. പുള്ളിങ് ഫ്രം ഹയർ സൈഡ് എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയുള്ള വടം പോലത്തെ സാധനം കൊണ്ട് കെട്ടിയിട്ട് അതിനെ ടൈറ്റായിട്ട് വലിക്കുക. ദെൻ സ്ട്രട്ടിങ് ദ വെൽ ഫ്രം ലോവർ സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുട്ട് താങ്ങ് കൊടുക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ ലോവർ സൈഡിൽ നിന്ന് ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്ട്രോങ് ആയിട്ടുള്ള എന്തെങ്കിലും പോസ്റ്റ് പോലത്തെ സാധനം വെച്ചിട്ട് നമ്മളതിനെ സ്റ്റീലിൻ്റെയോ അങ്ങനെ ഏതെങ്കിലും മെറ്റീരിയൽ പോസ്റ്റ് പോലത്തെ സാധനം വെച്ചിട്ട് നമ്മളതിനെ ഒരു ഊന്ന് കൊടുക്കുക. അങ്ങനെ പയ്യെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് അതിനെ മാറ്റുക. ദെൻ പുഷിങ് ദ വെൽ ഫ്രം വിത്ത് ജാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെരിഞ്ഞിരിക്കുന്ന സാധനത്തിന് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഹൈഡ്രോളിക് ജാക്ക് അങ്ങനത്തെ എന്തെങ്കിലും മെഷീനറി വെച്ചിട്ട് അതിനെ വലിച്ച് നേരെയാക്കി നിർത്തുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ടിൽറ്റൊക്കെ റെക്ടിഫൈ ചെയ്യാനുള്ള മെത്തേഡ്സ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് പൈല. മെറ്റീരിയലിൻ്റെ ബേസിസിലാണെങ്കിൽ ടിമ്പർ, സ്റ്റീല്, കോൺക്രീറ്റ്, കോമ്പോസിറ്റ്. അങ്ങനെ ഇപ്പോൾ കോമ്പോസിറ്റ് എന്ന് പറയുന്നത് എന്താ, രണ്ട് ടൈപ്പ് മെറ്റീരിയൽ കമ്പൈൻ ചെയ്യുന്നതാണ്, അങ്ങനത്തെ ഉണ്ട്. ദെൻ ലോഡ് ട്രാൻസ്ഫറിൻ്റെ ബേസിസിലാണെങ്കിൽ പോയിൻറ്റ് ബിയറിങ്ങും ഉണ്ട്, ഫ്രിക്ഷൻ പൈലുണ്ട്. പോയിൻറ്റ് ബിയറിംഗ് എന്ന് പറഞ്ഞാൽ ആ പൈല് മേലെ നിന്നുള്ള ലോഡ് എല്ലാം കൂടെ ആ പൈലിൻ്റെ എൻഡ് ഉണ്ടല്ലോ, പൈലിൻ്റെ എൻഡ് നമ്മളൊരു ഹാർഡായിട്ടുള്ള സ്ട്രേറ്റിലേക്കായിരിക്കും കൊടുക്കുക, റോക്ക് പോലത്തെ ഒരു ഹാർഡ് സ്ട്രേറ്റിലേക്കായിരിക്കും കൊടുക്കുക. അപ്പോൾ മേലെ നിന്ന് വരുന്ന ലോഡെല്ലാം ആ എൻഡിലോട്ട് കൊടുക്കുന്നതാണ് പോയിൻറ്റ് ബിയറിംഗ് പൈലെന്ന് പറയുന്നത്. ഫ്രിക്ഷൻ പൈലെന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ പൈലിലേക്ക് വരുന്ന ലോഡ് അതിന് ചുറ്റുമുള്ള മണ്ണിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നതാണ് ഫ്രിക്ഷൻ പൈലെന്ന് പറയുന്നത്. ഇനി ഇനീഷ്യൽ ലോഡ് ടെസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ ഈ പൈൽ ലോഡ് ഡിസൈൻ ചെയ്യുമല്ലോ, അപ്പോൾ പൈലിൻ്റെ ഡിസൈൻ ചെയ്യുമ്പോൾ ഉള്ള കാൽക്കുലേഷൻസ് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടെസ്റ്റ് നമ്മൾ നടത്തുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒന്നോ അല്ലെങ്കിൽ അതിലധികമോ പല സ്ഥലങ്ങളിലായിട്ടായിരിക്കും നമ്മളിത് നടത്തുന്നത്. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എത്ര സ്ഥലത്ത് വേണം എന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് അവിടെ എന്തോരം പൈല് പ്രാക്ടിക്കലി കൊടുക്കണം എന്നുള്ളതിൻ്റെ ബേസിസിലായിരിക്കും. അപ്പോൾ ഇതിനകത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോഡ്, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോഡെന്ന് പറയുന്നത് സേഫ് ബിയറിംഗ് കപ്പാസിറ്റിന് 2.5 ടൈംസ് ആയിരിക്കും. നെക്സ്റ്റ് ആണ് റൊട്ടീൻ ലോഡ് ടെസ്റ്റ്. റൊട്ടീൻ ലോഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഉള്ളതിൻ്റെ സേഫ്റ്റി എൻഷുർ ചെയ്യാൻ വേണ്ടി നടത്തുന്നതാണ് റൊട്ടീൻ ലോഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോഡ് എന്ന് പറയുന്നത് സേഫ് ബിയറിംഗ് കപ്പാസിറ്റിയുടെ ഹാഫ് ആയിരിക്കും. വർക്കിംഗ് പൈൽ എന്ന് പറയുന്നത് നമ്മൾ ടെസ്റ്റ് നടത്താൻ വേണ്ടി യൂസ് ചെയ്യുന്ന പൈലില്ലേ, ടെസ്റ്റ് പൈൽ, അതിനെ തന്നെ പറയുന്ന വേറൊരു പേരാണ് വർക്കിംഗ് പൈൽ എന്ന് പറയുന്നത്. ദെൻ
നമ്മളുടെ ലാസ്റ്റ് ടോപ്പിക്കാണ് യൂസസ് ഓഫ് പൈൽസ് എന്തൊക്കെയാണെന്നുള്ളത്. പൈലിൻ്റെ യൂസസ് നമുക്കറിയാം എവിടെയൊക്കെയാണ്. നമുക്ക് സൂപ്പർ സ്ട്രക്ചറിൽ നിന്നുള്ള ഹെവി ആയിട്ടുള്ള ലോഡ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ സോയിലിൻ്റെ ബിയറിംഗ് കപ്പാസിറ്റി കുറവുള്ള സ്ഥലങ്ങളിൽ, പിന്നെ വാട്ടർ ടേബിളിൻ്റെ എഫക്റ്റ് വരുന്നതോടെ ഈ വാട്ടർ ഫ്രണ്ടേജ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സൊക്കെ ഉണ്ടല്ലോ നമ്മുടെ വലിയ വില്ലാസ് അങ്ങനത്തെ സാധനങ്ങളിലൊക്കെ നമുക്ക് കോമണായിട്ട് പൈല് കൊടുക്കാറുണ്ട്. പിന്നെ എവിടെയാണ് മെട്രോസൊക്കെ, അതായത് നമ്മുടെ ഹെവി ലോഡ് വരുന്ന സ്ട്രക്ചേഴ്സിനകത്തൊക്കെ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് പൈല് ആയിരിക്കും ഫൗണ്ടേഷനായിട്ട്.